നേരം വെളുക്കുമ്പോൾ പ്രശസ്ത സാമ്പത്തിക ഡോക്ടറായ സർ തോമസ് ഐസക്ക് ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനായി പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കയറി. അത്യാസന്ന നിലയിൽ കിടക്കുന്ന സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശരീരത്തെ ശരിപ്പെടുത്തിയെടുക്കണം. കത്തിവെക്കും മുമ്പ് ബോധം കെടുത്തണമല്ലോ, അഥവാ അനസ്തീഷ്യ കൊടുക്കണം. അതിന് വിദഗ്ധനാണ് ഈ ഡോക്ടർ. സത്യം പറഞ്ഞാൽ രോഗം മാറ്റുന്നതിലല്ല, മയക്കി കിടത്തുന്നതിലാണ് ഈ ഡോക്ടറുടെ ചാതുര്യം. വിശപ്പും വെയിലും വിയർപ്പും വശം കെടുത്തിയ പ്രാചീനമായ അപ്പൂപ്പനെയും അദ്ദേഹത്തിൻ്റെ കാലിലെ കനത്തൊരു ചങ്ങലയും ഞങ്ങളുടെ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന കൃതിയിൽ ധന്യ ഓർക്കുന്നുണ്ട്. അടിയേറ്റ് പിളയുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കരിയും ചെളിയും പിടിച്ച് മുഷിഞ്ഞവരുടെ വസ്ത്രങ്ങളെയും വിശപ്പൊഴിയാത്ത വയറിനെയും പരിക്കും പാട്ടുകളെയും കുറിച്ചുള്ള ഓർമ്മകളിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു ചരിത്രകാലമുണ്ട്. നടക്കാതെ പോകുന്ന പ്രഖ്യാപനങ്ങൾക്ക് കഴിഞ്ഞ തവണ MT വാസുദേവൻ നായരെയാണ് കൂട്ടുപിടിച്ചതെങ്കിൽ ഇത്തവണ സുഗതകുമാരി മുതൽ ബാലാമണി അമ്മ വരെയുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. കടലും കാറ്റും തീരത്തിന് ഉയർ നൽകുന്നവരാണെന്ന് സുഗതകുമാരി ടീച്ചർ പാടി. കടലമ്മ തൻ മാറിൽ കളിച്ചു വളർന്നവർ കരുത്തർ, ഉയർത്തെഴുന്നേൽക്കുന്നു വീണ്ടും ഞങ്ങൾ. സാഹിത്യകാരന്മാരും സാഹിത്യകാരികൾ ഒരെണ്ണത്തിന് ഉറക്കാൻ പുള്ളി പിടിച്ചാണ്, എല്ലാവരും പുള്ളി പിടിച്ചോളൂ. ഒരു നല്ല കുല വെട്ടാനുണ്ടെങ്കിൽ ഒരു കോഴി മുട്ടയിടുന്നു പറഞ്ഞാൽ കളത്തിലെ കുട്ടികളോ തമ്പാനോ അന്വേഷിച്ചു വരും. ഒരു ചീരത്തെ നടാനുള്ള ശീലം പോലും എന്നോ നഷ്ടപ്പെടുത്തിയ മനുഷ്യർ. നെല്ല് എന്ന നോവലിൽ P. വത്സല കോറിയിട്ടതുപോലൊരു കാലം കേരളത്തിന് പണ്ടുണ്ടായി. കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സിനിമാക്കാർ, സ്പോർട്സ് താരങ്ങൾ എന്ത് വേണ്ടി എല്ലാവരും പുള്ളി പിടിച്ചിരിക്കണ്ടേ. പാണിയിൽ തുഴയില്ല, തോണിയിൽ തുണയില്ല, ഷോണിയിലൊരു ലക്ഷ്യവും അറിയുകയുമില്ല എന്ന് ലളിതാംബിക അന്തർജനത്തിൻ്റെ സാവിത്രി അഥവാ വിധവ വിവാഹം എന്ന പ്രശസ്ത നാടകത്തിലെ കഥാപാത്രം പാടുന്നുണ്ട്. ഇതൊക്കെ പുള്ളി പുസ്തകം വായിച്ചതാണോ എന്ന് എനിക്കറിയില്ല. വലിയൊരു പാടത്തിന് നടുവിൽ ഉണ്ട നക്ഷത്ര കണ്ണുകളുള്ള നെല്ലിമരങ്ങളുടെയും അഹങ്കാരി പറങ്കിയ മരങ്ങളുടെയും ചക്കരക്കുട്ടി നാട്ടുമാവുകളുടെയും ഇടയിൽ പഴയ ഊടുപാവിയ മേൽക്കൂരയും സിമൻറ്റ് തേക്കാത്ത ചെങ്കൽ ചുവരുകളുമുള്ള ഒരു ഗ്രാമീണ സ്കൂളിനെക്കുറിച്ച് കപ്പലിനെക്കുറിച്ചൊരു വിചിത്ര ജീവിതം എന്ന നോവലിൽ ഇന്ദുമേനോൻ പരിചയപ്പെടുത്തുന്നു. ഇതിനകത്ത് തന്നെ വായിക്കാതെ പോയത് പലതുണ്ട്. സർ വിജയലക്ഷ്മിയുടെ പച്ച എന്ന കവിത ഇടിമിന്നലിൻ്റെ വേര് തിന്ന് പ്രളയത്തോളം മഴ കുടിച്ച് കരുത്ത് നേടണമെന്ന് പെൺകുട്ടിയോട് ആഹ്വാനം ചെയ്യുന്നു. നാം മണ്ണാങ്കട്ടയോ കരിയിലെയോ ആവയില്ലെന്നും കാശിക്ക് പോവുകയില്ലെന്നുമുള്ള ആധുനിക സ്ത്രീയുടെ വീര്യം ഇന്ന് കേരളം കണ്ടുറന്ന് കാണുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു കഥാപ്രസംഗത്തിൻ്റെ രൂപത്തിലായിപ്പോയി. ഇരുൾ വിളയുന്ന രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കീറാത്ത പുതപ്പാര് തരുമെന്ന് സാവിത്രി രാജീവിൻ്റെ ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട്. ഇതുപോലുള്ള എഴുതി ഉണ്ടാക്കുന്ന അങ്ങേരെ കൊണ്ട് പറ്റും, യാതൊരു സംശയമില്ല. ലോകമഹാരാജ്യത്ത് ഐസക്കിനെ ഇത് പറ്റൂ. എൻ്റെ ചിതയിൽ ഇനിക്കൊപ്പം പേനയും പുസ്തകവും വേണമെന്ന് അമൃതാപ്രദത്തിൻ്റെ വാക്കുകൾ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും പ്രവചനവുമാണ്. ഐസക്കിൻ്റെ ആ പരിപാടി അവസാനിപ്പിക്കണം. കഥകിനും കട്ടിളയ്ക്കുമടിയിൽ അകത്തേക്കോ പുറത്തേക്കോ എന്നുറപ്പിക്കാനാവാതെ ജീവിതം അതിൽ ചാരിവെച്ച് എന്ന് ഡോണ മയൂര എഴുതിയ പോലെയാണ് പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാവി.
കതകിനും കട്ടിലയ്ക്കുമിടയിൽ അകത്തേക്കോ പുറത്തേക്കോ എന്നുറപ്പിക്കാനാകാതെ ചാരിവെച്ച ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അത് മാണിസാറിനെ കുറിച്ച് തന്നെ ആയിരിക്കുമല്ലോ എന്നല്ല, ആണ്. അതങ്ങനെ തന്നെയാണ്. പരമ്പരാഗത രാഷ്ട്രീയ തൊഴിൽ മേഖലയിൽ എന്ന് എടുത്തു പറയുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ യാഥാർത്ഥ്യബോധമുള്ള ബജറ്റാണ് സർ തോമസ് ഐസക്കിൻ്റെ ഈ ബജറ്റ്. അങ്ങനെ ഡോക്ടർ മുതുകാടിനെ പോലെ ശൂന്യതയിൽ നിന്ന് മിഠായിമാല സൃഷ്ടിക്കുന്ന മായാജാലം ഡോക്ടർ തോമസ് ഐസക്കും അവതരിപ്പിക്കുകയാണ്. ബഡ്ജറ്റിൻ്റെ സാങ്ക്ടിറ്റി തന്നെ തോമസ് ഐസക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ബഡ്ജറ്റിന് പുറത്താണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നത്. അങ്ങനെ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ഐസക്കിനുമാവില്ല. കൃത്യമായി പറഞ്ഞാൽ ബജറ്റിന് പുറത്തല്ല, വീട്ടിന് പുറത്താണ് അതൊക്കെ നടത്തുന്നത്. ബജറ്റുമായി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നേരെ പോയത് എങ്ങോട്ടാണ് എന്ന് ഓർമ്മയില്ലേ? മോഡേൺ കമ്പോസ്റ്റിംഗ് സംവിധാനമാണ് എൻ്റെ വീടിൻ്റെ മുന്നിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ട്? കേരളത്തിലെ ജൈവമാലിന്യ സംസ്കരണത്തിന് ഏറ്റവും പാരിസ്ഥിതിക സൗഹൃദമായിട്ടുള്ള രീതിയാണ്. ഇത്തരം പദ്ധതികളൊക്കെ വീട്ടിൽ നടപ്പിലാക്കിയതിനു ശേഷമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീടുകളിലെയും ഹോട്ടലിലെയും മാർക്കറ്റുകളിലെയും ജൈവവിശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ശുചിത്വവും ഉറപ്പാക്കാം, ജൈവവളവും ഉറപ്പാക്കാം. കേരളത്തിലെ ഈ സമീപനത്തെ ആത്യന്തിക ഹരിത ഉത്തരം, ദി അൾട്ടിമേറ്റ് ഗ്രീൻ സൊല്യൂഷൻ എന്നാണ് ഡോക്ടർ സുനിത നാരായൺ വിശേഷിപ്പിച്ചത്. ഉറവിടത്തിൽ തന്നെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുകയും അജൈവമാലിന്യങ്ങൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യുക എന്നുള്ള ഹരിത മിഷൻ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം, ഇത് വിജയിക്കണമെങ്കിൽ ബോധവൽക്കരണവും ജനകീയ പങ്കാളിത്തവും അനിവാര്യമാണ്. ആ അനിവാര്യത ചൂണ്ടിക്കാട്ടി നിർത്തുകയല്ല, അതിനുവേണ്ടിയുള്ള ആസൂത്രണം തുടങ്ങുകയാണ്. പഴയ ജനകീയ ആസൂത്രണം പോലെ തന്നെ. സാക്ഷര കേരളം സുന്ദര കേരളം എന്ന 1990 മുദ്രാവാക്യത്തിൽ നിന്ന് ഹരിത കേരളം സുസ്ഥിര കേരളം എന്നൊരു പുതിയ ജനകീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയാണ് ലക്ഷ്യം. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് മാതൃകാപരവും സമഗ്രവുമായ നല്ല പ്രൊജക്റ്റുകൾ നടപ്പാക്കിയ ഹരിത ബ്ലോക്ക് അവാർഡുകൾ ഹരിത നഗരം, ഹരിത ഗ്രാമം, ഹരിത ബ്ലോക്ക് അവാർഡുകൾ നൽകുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ഖജനാവിൽ കാശില്ലെങ്കിലും കോടികളാണ് കിലുക്കുന്നത്. അതിനു പറ്റിയൊരു കവിതയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ പൊളിമിക്സ് കൂടി ആ വഴി പോകുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് സാർവത്രികമായ ആരോഗ്യ സുരക്ഷ ഉറപ്പു നൽകുന്ന സംസ്ഥാനമായി കേരളം മാറും. സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കുള്ള വിഭവ സമാഹരണം പൂർണ്ണമായും കേരള ഭാഗ്യക്കുറി വഴിയായിരിക്കും. എന്നുവെച്ചാൽ ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു ഷോഡതിയാണ് എന്ന് ചുരുക്കം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇനിമേൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അത് കേവലം ഭാഗ്യപരീക്ഷണം മാത്രമല്ല, സമഗ്ര ആരോഗ്യ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഭാവന കൂടിയായി കരുതാം. ചൂതാട്ട ലോട്ടറികളെ വീണ്ടും കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ജനകീയ ചെറുത്തുനിൽപ്പിന് സർക്കാരിൻ്റെ ഈ തീരുമാനം ശക്തി പകരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ പേജിൽ കടപ്പാട് KM മാണി എന്ന് രേഖപ്പെടുത്തേണ്ടതായിരുന്നു. മാണിസാറിൻ്റെ കാരുണ്യ ലോട്ടറിയാണല്ലോ പുതിയ സിറിഞ്ചിൽ നിറച്ചു കൊണ്ടുവരുന്നത്. വരട്ടെ, അടുത്ത പരിപാടി കൂടി വരട്ടെ. ഇതിനു പുറമെ സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, സ്കൂൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്ന നടപടിയെടുക്കും. ഇതിൻ്റെ പേറ്റന്റ് P. ജയരാജേട്ടൻ്റെ മകൻ ആശിഷിന് നൽകേണ്ടതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ്. സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, സ്കൂളുകൾ എന്നിവ പൊതുസ്ഥലങ്ങളായി കണക്കാക്കി അവിടെ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചാൽ വഴിയെ പോകുന്നവർക്ക് അത് ഉപയോഗിക്കാൻ ആരുടെയും അനുമതി ചോദിക്കേണ്ടല്ലോ. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളും പറഞ്ഞെങ്കിലും നടപ്പാക്കാൻ കഴിയാതെ കാര്യം വഴിയോരങ്ങളിലും മാർക്കറ്റുകളിലും മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൊതു ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയാണ്. ഇവ കേവലം ടോയ്ലറ്റുകൾ മാത്രമായിരിക്കില്ല, റെസ്റ്റ് റൂമും കഫേയും അത്യാവശ്യ സ്റ്റേഷനറികളും വിൽക്കുന്ന കേന്ദ്രം കൂടിയാവും. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിയോഗിക്കുന്നവർക്ക് ഫീസ് കളക്ഷന് പുറമെ ഇവയിൽ നിന്നുള്ള ലാഭമടക്കം ന്യായമായ വരുമാനം ഉറപ്പുവരുത്താൻ കഴിയണം. ഇത്തരം ഒരു ബിസിനസ് മോഡലിന് തയ്യാറുള്ള ഏത് തദ്ദേശ സ്ഥാപനവും ഏജൻസിക്കും സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പരസ്യച്ചെലവ് നിക്ഷേപത്തിൻ്റെ ഗണ്യമായ ഭാഗം ലഭ്യമാക്കുന്ന പദ്ധതിയിൽ പങ്കാളിയാവും. കംഫർട്ട് സ്റ്റേഷനിലെ ലോട്ടറി ഏജൻസി എന്ന് പറഞ്ഞാലും മതിയല്ലോ. പോട്ടെ, ഇതൊന്നുമല്ലാതെ പുതിയ പരിപാടികളൊന്നുമില്ലേ? ടൂറിസം അവസരം കിട്ടുമ്പോഴെല്ലാം ബാഗ് നിറച്ച് പോകാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ പോയി കാണാൻ തോന്നിയ കാഴ്ചകളെ തേടി അലഞ്ഞു ഇന്ത്യയിലെ മിടിപ്പുകൾക്ക് കാതോർത്തു.
എഴുതാൻ കഴിഞ്ഞതൊക്കെ എഴുതി. കെ ബീനയുടെ നദി തിന്നുന്ന ദ്വീപ് എന്ന യാത്രാക്കുറിപ്പിലെ വരികളാണ്. സർ, ലോകത്തിലെമ്പാടും ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക മേഖല വിനോദസഞ്ചാരം. കേരള ടൂറിസം അഭിവൃദ്ധിയുടെ പാതയിലാണ്. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം വിവിധ മേഖലകളെ മികവ് തെളിയിക്കുന്നതിന് 9 ദേശീയ അവാർഡുകളാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് നേടിയത്. ടൂറിസം മാർക്കറ്റിന് സ്ഥാനം അടിവരയിടുന്നതാണ് ഈ അനുഭവം. ടൂറിസം വികസനത്തിന് സംസ്ഥാന സർക്കാർ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഈ കേരളത്തെ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ ടൂറിസം മാർക്കറ്റിന് 82 കോടി രൂപ വകയിരുത്തുന്നു. അതൊരു നല്ല സാധ്യതയാണ്. ഇനിയും ചൂഷണം ചെയ്തിട്ടില്ലാത്ത ഒട്ടധികം പുതിയ മേഖലകളിലേക്ക് ടൂറിസത്തിന് കടന്നു ചെല്ലാൻ കഴിയും. കേരളത്തിൻ്റെ പ്രകൃതി രമണീയതയോടൊപ്പം കേരള ടൂറിസത്തിന് പൈതൃക സംരക്ഷണവും വലിയൊരു ആകർഷകമാക്കി മാറ്റാനാവും. അതുകൊണ്ട് ഈ മുസരീസ് പദ്ധതി പോലെ തന്നെ തലശ്ശേരിയിലും മറ്റും ആരംഭിക്കുന്ന പൈതൃക പദ്ധതികൾക്കായിട്ട് 40 കോടി രൂപ വകയിരുത്തുന്നുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ ടൂറിസ്റ്റുകളെ താമസിപ്പിച്ച് പ്രാകൃത കമ്മ്യൂണിസം അനുഭവിപ്പിക്കുന്ന ഒരു പൈതൃക പദ്ധതി ആവാം. തലശ്ശേരി മുതൽ വടക്കോട്ട് നല്ല കൂപ്പുണ്ട് അതിന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും ഒരേ പ്രാധാന്യം കൊടുത്ത് പ്രക്ഷോഭമുഖത്ത് തീജ്വാല പോലെ ആഞ്ഞു വീശിയ വിപ്ലവകാരിയായിരുന്നു AKG. അടിയുറച്ച രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പിൻബലത്തിൽ നവോത്ഥാന കേരള സൃഷ്ടിക്ക് വേണ്ടി പടപൊരുതിയ AKG ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ജ്വലിക്കുന്നൊരു അധ്യായമാണ്. ജന്മനാടായ പ്രളശ്ശേരിയിൽ നടന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശാരീരികമായ അവശത അവഗണിച്ച നിശ്ചയദാർഢ്യത്തോടെ പൊരുതി വിജയിച്ച AKGയെ ഇഷ്ടതോഴൻ, ഭർത്താവ്, സഖാവ്, നേതാവ് എന്ന ലേഖനത്തിൽ സുശീല ഗോപാലൻ അനുസ്മരിക്കുന്നത് ഉൾപ്പളകത്തോടെ മാത്രമേ വായിച്ചു തീർക്കാനാവൂ. നിരാഹാരം പ്രഖ്യാപിച്ച പ്രിയ സഖാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ 1000 തൊഴിലാളി കുടുംബങ്ങൾ കഴിഞ്ഞ 24 ദിവസമായി പട്ടിണിയിലാണ്. ഈ ഗ്രാമത്തിൽ ആയിരക്കണക്കിനായ കുടുംബങ്ങളുടെ ഉപ്പ് പോലും വാങ്ങാൻ കഴിയുന്നില്ല. അവരുടെ കഷ്ടപ്പാടിനൊക്കെ വലുതാണോ എൻ്റെ ആരോഗ്യം എന്ന് തട്ടിക്കേറിയ AKG അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളുടെയും ചരിത്ര പാഠങ്ങളുടെ പിൻബലത്തോടെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. സർ, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് ജന്മനാടായ പെരളശ്ശേരിയിൽ 10 കോടി രൂപ വകയിരുത്തുന്നു. പെരളശ്ശേരിയിൽ AKGക്ക് സ്മാരകം നിർമ്മിക്കാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തറവാട് തന്നെ വിലക്ക് വാങ്ങിയാൽ മതിയല്ലോ. അത് പൊളിക്കാൻ പോവുകയാണ് എന്നൊരു വാർത്തയൊക്കെ നേരത്തെ കേട്ടിരുന്നു. ഏതായാലും ആ 10 കോടി രൂപ VT ബലറാമിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതാണ്. അയാൾ കാരണമാണല്ലോ ഇതൊക്കെ വേണ്ടി വന്നത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷ്യത്തിൻ്റെ 70ാം വാർഷികാചരണം തിരുവനന്തപുരത്ത് തുഷാർ ഗാന്ധി അടക്കമുള്ള പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 5 തവണ കേരളം സന്ദർശിച്ചു. അദ്ദേഹം സന്ദർശിച്ച 30 കേന്ദ്രങ്ങളിലും ഈ വർഷം വിപുലമായ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നതാണ്. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. AKGക്ക് വകയിരുത്തിയതിൻ്റെ നേർപാതി മഹാത്മജിയുടെ കണക്കിലും കൊള്ളിച്ചിട്ടുണ്ടല്ലോ. കുറ്റം പറയാനാവില്ല. ദുരന്ത കേശബാധിതരായ 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്രവാസികൾക്ക് ഒറ്റത്തവണ സഹായം നൽകുന്നതിന് സ്വാതന്ത്ര്യം എന്ന സ്കീമിന് രൂപം നൽകുകയാണ്. ചികിത്സാ ചെലവ്, നിയമസഹായം, എയർ ആംബുലൻസ്, മൃതദേഹം തിരിച്ചുകൊണ്ടുവരൽ, ജയിൽ വിമോചകർക്കുള്ള സഹായം തുടങ്ങിയവയ്ക്കെല്ലാമായി 16 കോടി രൂപ വകയിരുത്തുന്നു. 16 കോടി കരുതിയിട്ടുണ്ട്. 16 കോടി അഥവാ അകത്തായിപ്പോയാലും 13 കോടി അടച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള കാശ് കൂടി കരുതിയിട്ടുണ്ട്. പ്രവാസികളുടെ ഓൺലൈൻ റിയൽ ടൈം ഡേറ്റാബേസ് സൃഷ്ടിക്കും. ഒരു ഗ്രീവൻസ് റിഡ്രസൽ സെൽ സ്ഥാപിക്കും. നിയമവിരുദ്ധ റിക്രൂട്ട്മെൻറ്റിനെതിരായ ബോധവൽക്കരണത്തിനും കുടിയേറ്റത്തിൻ്റെ ഫിനിഷ് നൈപുണി പരിശീലനത്തിനും സംവിധാനം സൃഷ്ടിക്കും. 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്കും ഗ്രീവൻസ് സെല്ലും രൂപീകരിക്കും. നോക്ക റൂട്ട്സിൻ്റെ നേതൃത്വത്തിൽ ജോബ് പോർട്ടൽ വികസിപ്പിക്കുന്നതിനും മറ്റുമായിട്ട് 8 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക വെൽഫെയർ ഫണ്ട് 9 കോടി രൂപ പത്രയും അനുവദിക്കുന്നു. അതേതായാലും നന്നായി. സഖാക്കളോ മക്കളോ ഗൾഫിൽ പോയി വ്യവസായം നടത്തി മുങ്ങിയാൽ പിന്നാലെ വരുന്ന അറബികൾ പാർട്ടിക്ക് പരാതി കൊടുക്കുന്നത് ഒഴിവാക്കാമല്ലോ. ഒരു ഗ്രീവൻസ് സെല്ലുണ്ടെങ്കിൽ മധ്യസ്ഥൻ, പത്രസമ്മേളനം, വക്കീൽ എന്നിവയൊക്കെ അവിടെ നിന്നങ്ങ് ഏർപ്പാടാക്കി കൊടുക്കാം. കാര്യമൊക്കെ ശരി. കാശെവിടെ ഡോക്ടറെ? കാശെവിടെ? ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കാശെവിടെ? ബഡ്ജറ്റിലെ സാമ്പത്തിക അച്ചടക്കം കിഫ്ബി വഴിയുള്ള വമ്പൻ മൂലധന നിക്ഷേപ കുതിപ്പ് വിജയിപ്പിക്കുന്നതിന് ആവശ്യമാണ്. കിഫ്ബി വഴിയുള്ള വമ്പൻ മൂലധന നിക്ഷേപ കുതിപ്പ്. ഹരോഹര. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് കേട്ടിട്ടുണ്ട്. മലർപ്പൊടിക്കാരൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആദ്യമായി സാമ്പത്തിക പ്രതിസന്ധി
നിഴലിക്കുന്ന ഒരു ബഡ്ജറ്റല്ല. അതുകൊണ്ടാണ് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ബഡ്ജറ്റാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം. യാഥാർത്ഥ്യബോധമില്ലാത്തത് പ്രതിപക്ഷ നേതാവിനാണ്. നമ്മുടെ ധനമന്ത്രി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് ഒരിക്കലും ബോധം തന്നെ ഉണ്ടാവില്ല, പിന്നെയല്ലേ യാഥാർത്ഥ്യബോധം. അവർ എപ്പോഴും പലതരം പരീക്ഷണങ്ങളിലായിരിക്കും. ഇപ്പം കിഫ്ബിയുടെ സ്ഥിതി എന്താണ്? കിഫ്ബിയും അക്ഷയനിധിയല്ല. വായ്പ എടുക്കുന്ന മുതലും പലിശയും തിരിച്ചു നൽകേണ്ടതാണ്. 9% പലിശയും 3 വർഷം മൊറട്ടോറിയവും 7 വർഷം തിരിച്ചടവ് കാലവും അനുമാനിച്ചാൽ 1 ലക്ഷം കോടി രൂപ തിരിച്ചു നൽകേണ്ടി വരും. ആര് തിരിച്ചു നൽകേണ്ടി വരും? അന്ന് ഭരണത്തിലിരിക്കുന്നവർ തിരിച്ചു നൽകേണ്ടി വരും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുതിക്കാതിരിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന് നല്ലത്. പ്രതിപക്ഷ നേതാവായി തന്നെ ഇരുന്നാൽ ഇതേപോലെയൊക്കെ ഇരുന്ന് കണക്ക് പഠിപ്പിച്ചാൽ മതി. അപ്പം 4000 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് നാട്ടിൽ വികസനം നടക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയ ആളുകളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ധനകാര്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ചോദിച്ചാൽ അതൊക്കെ മറന്നു. അപ്പോൾ ധനമന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ എലിമിനേറ്റ് ചെയ്തിട്ടില്ല. ബഡ്ജറ്റിൽ ഇപ്പോൾ പരാമർശമുണ്ട്, ഒക്കെ ചിലവൊക്കെ കുറയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിനുള്ള ശ്രമം ഇതുവരെ നടത്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നിങ്ങളങ്ങനെ ധരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ബാധിക്കാനൊന്നുമില്ല. നിങ്ങളങ്ങനെ ധരിച്ചിരുന്നുള്ളൂ. വാസ്തവത്തിൽ ചെയ്യേണ്ടത് റബ്ബറിന് ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന വിലസ്ഥിരത ഫണ്ട് പോലെ അന്ന് 85 രൂപ ഇരുന്നപ്പോൾ 180 രൂപ വിലസ്ഥിരത ഫണ്ട് കൊണ്ടുവന്നു. കമ്പോള വിലയും പ്രഖ്യാപിത വിലയും തമ്മിലുള്ള വ്യത്യാസം 65 രൂപ ഓരോ കിലോഗ്രാം റബ്ബറിനും സബ്സിഡിയായി കൃഷിക്കാർക്ക് നൽകി. ഇന്ന് വാസ്തവത്തിൽ ധനമന്ത്രി ചെയ്യേണ്ടത് അതേ മാതൃകയിൽ ഒരു ഉൽപ്പാദന ചെലവ് കൂടി 1 കിലോഗ്രാമിന് 200 രൂപയെങ്കിലും വില നിശ്ചയിച്ചുകൊണ്ട് വിപണിയിൽ നിന്നും റബ്ബർ എടുക്കണം ഗവൺമെൻറ്. വിപണിയിൽ നിന്നും റബ്ബർ സംഭരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതിനുള്ള സ്കീമൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വലിയ നിരാശാജനകമായി. വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇപ്പോഴും മാണി സാർ ധനകാര്യമന്ത്രിയായി ഇരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സ്കീമൊന്നും LDF ഇനിയും അവതരിപ്പിക്കാത്തത് നിരാശാജനകം തന്നെയാണ്. സത്യത്തിൽ ധനകാര്യമാണ് മാണി സാർ നോക്കേണ്ടത്. റബ്ബറിൻ്റെ കാര്യമൊക്കെ ആരെങ്കിലും നോക്കും. റബ്ബർ കൃഷികൾ ഇവിടെ ഈ രാജ്യത്തുണ്ടെന്ന് ഐസക് മറന്നുപോയത്. കാർഷിക മേഖലയോട് അല്പം വിട്ടുവീഴ്ച കാണിക്കാൻ ബാധ്യതപ്പെട്ട ഐസക് ഈ മേഖല ചെയ്തിട്ടില്ല. കാർഷികമാണ് റബ്ബർ കൃഷിക്കാർക്ക് ഇപ്പോഴുള്ളത് പോലെ തന്നെ സബ്സിഡി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഉണ്ട്, ഒരുപക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയിക്കാണ്. പക്ഷേ ആ വില സബ്സിഡി സ്കീം തുടരും. അതിനുള്ള പണം പൂർണ്ണമായിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബജറ്റ് ഉഗ്രന, അത്യുഗ്രന. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക നില പരിശോധിക്കുമ്പോൾ ഇതിലും നല്ലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കേരളത്തിൽ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ലോകത്താർക്കും ഇതിലും നല്ലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. PC-യുടെ പക്ഷത്ത് നിന്ന് നോക്കിയാൽ, അതായത് ജനപക്ഷത്ത് നിന്ന് നോക്കിയാൽ ഇതൊരു ഗംഭീര ബജറ്റ് തന്നെയാണ്. നമ്മുടെ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ ഞാൻ കൊടുക്കുന്ന സബ്മിഷനുണ്ട്. ഇവിടുത്തെ ഭിന്നശേഷിക്കാരായ പാവങ്ങൾ, അവരെ സംരക്ഷിക്കാൻ ആര് എന്നവരുടെ ചോദ്യത്തിന് ഉത്തരവില്ലായിരുന്നു. ആ സബ്മിഷൻ മറുപടി പറഞ്ഞപ്പോൾ ഗവൺമെൻറ് പരിശോധിക്കുമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഐസക്കിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ 60 കൊല്ലത്തിനകം ഉള്ള നമ്മുടെ ഐക്യകേരള ഭരണത്തിൽ ആദ്യമായി ആ ഭിന്നശേഷിക്കാരെ മനുഷ്യരാണെന്ന് കണ്ടുകൊണ്ടുള്ള അനേകം നല്ല കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് എനിക്ക് ഐസക്കിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യം. ഇങ്ങനെ 140 MLA-മാരുടെയും ഓരോ സബ്മിഷൻ പരിഗണിച്ചിരുന്നെങ്കിൽ ആരും കുറ്റം പറയില്ലായിരുന്നു. എല്ലാ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഭരണപക്ഷി ബെഞ്ചുകളിൽ നിന്ന് ഡെസ്കിലടിച്ച് അവർ ഹർഷാരവം മുഴക്കി. പക്ഷേ ഇതിനൊന്നും പണം വകയിരുത്തിയിട്ടില്ല, പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. സോ ഈ
വരുമാനം വർദ്ധിച്ചിട്ടേ അപ്പോൾ കമ്മി കുറയും എന്നുള്ളൊരു നിലപാടിൽ നിന്ന് മാറി എന്തു വന്നാലും കേരളത്തിൻ്റെ കമ്മി കുറയ്ക്കും. ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ വേണം. അതാണ് ഒരു ധനമന്ത്രി. വരുമാനം വന്നാലും ഇല്ലെങ്കിലും കമ്മി കുറക്കും, മരിച്ചാലും മരിച്ചില്ലെങ്കിലും മയ്യത്തെടുക്കും എന്ന് പറഞ്ഞതുപോലെ. ഇത്രയും ഉറച്ച നിലപാടെടുക്കാൻ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന് കഴിയില്ല, ഒരു സാമ്പത്തിക ശസ്ത്രക്രിയക്കാരന് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഡോക്ടർ തോമസ് ഐസക്. ഡോക്ടർ സാറിനെ നമിച്ചുകൊണ്ട് ഇന്നത്തെ വ്യാഖ്യാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.